ഹായ് അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു കറിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ടേസ്റ്റി എന്ന് ഞാൻ വെറുതെ പറയല്ല, അത്രത്തോളം ടേസ്റ്റിയാണ്. ചോറിലേക്കൊക്കെ നമ്മൾക്ക് ഇത് മാത്രം മതി. ഞാൻ പല രീതിയിലും കുമ്പളങ്ങ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. ചോറിലേക്കൊക്കെ ഇത് മാത്രം മതി, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അതിനിതാ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇത്ര തന്നെ മതി കേട്ടോ. അതാ ഈ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് നല്ല പോലെ തന്നെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് നല്ലപോലെ തന്നെ നമ്മൾക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് എടുത്തതാ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാക്കണമെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഒരു കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. കുമ്പളങ്ങയിൽ തന്നെ വെള്ളം ഉണ്ടാകും. ഞാൻ അത് 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഒരു 2 വിസിൽ നമ്മൾക്കിതൊന്ന് അടുപ്പിച്ചെടുക്കാം. കുമ്പളങ്ങ വെന്ത് വരട്ടെ. 2 വിസിൽ വന്നതിന് ശേഷം ഓഫാക്കിയിടാം, എയറൊക്കെ പോകും. അപ്പോഴേക്കും നമ്മൾക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. ഞാനിതാ ഒരു കയ്യിലുള്ള ഒരു കപ്പ് തേങ്ങ കേട്ടോ, ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 സ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇവിടെ ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചെറുത് മാത്രം മതി, കൂടുതൽ വേണ്ട. പുളി കൂടിപ്പോയാൽ നമ്മൾ ഈ കറിൻ്റെ ടേസ്റ്റ് മാറും. ഒരു ചട്ടി ഇതാ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇതാ ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെയുള്ള ചീനച്ചട്ടി അല്ലെങ്കിൽ പാനോ വെച്ച് കൊടുക്കാം. കുണ്ടുള്ളതായിരിക്കണം കേട്ടോ. ഇതാ ഞാനൊരു 1/4 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നതിന് ശേഷം ഞാനൊരു 3-4 വെളുത്തുള്ളി ഇതാ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായി ആവശ്യമായിട്ട് 3 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് നല്ല പോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഒരു 5-8 എണ്ണം എടുക്കണേ. ഞാൻ ഇവിടുത്തെ വെളുത്തുള്ളി വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത്. ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അത് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതുകൂടി നമുക്കൊന്ന് ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി, നല്ല പോലെ വഴന്ന് കിട്ടണ്ട. ആ സവാളൻ്റെ ഇതളൊക്കെ ഒന്ന് അങ്ങനെ ഒന്ന് വേറിട്ട് കിട്ടിയാൽ മതി. നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി നമ്മൾക്ക് ഇതിലേക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സവാള ഇപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ തക്കാളി ചേർക്കുന്നത്. ചെറിയ തക്കാളി മതി, വലിയ തക്കാളിയെങ്കിൽ പകുതി ചേർത്താൽ മതി. തക്കാളി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കുമ്പളങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നേ. അപ്പോൾ ഈ മസാലയിലേക്കൊക്കെ ഉള്ള ഒരു ഉപ്പാണ് ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ ഇതാ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് നടുഭാഗത്തു നിന്ന് കുറച്ച് അങ്ങനെ നീക്കി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. ഒരു സ്പൂണ് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അതിൽ വെളിച്ചെണ്ണ നിൽക്കുന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാ ഞാനൊരു 1.5 സ്പൂണ് കാശ്മീരി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ 1/2 സ്പൂണൊക്കെ ചേർത്താൽ മതി. ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾ, വലിയ ജീരകം കറിവേപ്പിലയും കൂടി വറുത്തിട്ട് പൊടിച്ചൊരു മിക്സാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്. 1/4 സ്പൂൺ കേട്ടോ. അത് ഞാൻ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. 1/4 സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ കുമ്പളങ്ങ വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഈ ഒരു ടൈമിൽ ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ തീ കൂടുതലാണെങ്കിൽ നമ്മൾക്ക് ഓഫാക്കി കൊടുത്താലും മതി. ആ മസാലൻ്റെ ഒക്കെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോവോളൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതാ നമ്മൾ വേവിച്ച് വെച്ച കുമ്പളങ്ങ ഉണ്ടല്ലോ അതുകൂടി ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയിൽ കുമ്പളങ്ങൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് അതിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ. ഈ ഒരു ടൈമിൽ നമ്മൾ പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇതാ ഇത്രയും മാത്രമേ ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അത്ര തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മൾക്കൊന്ന് മിക്സ് ചെയ്യാം.
ഇതുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ ഒരിക്കൽ ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി നോക്കും. ഇത് ഓഫീസിലേക്കാണെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിലും കുട്ടികൾക്കും ഒക്കെ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്താക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറിയാണ്. ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും നമ്മൾക്ക് വേണ്ട, അത്രയും കിടിലൻ ടേസ്റ്റാണ്. ഇതാ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ടായി. ഉപ്പും എരിവൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യാം. എന്നിട്ട് എന്താണ് കുറവുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് നല്ല പോലെ തന്നെ അടച്ചിച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ കുമ്പളങ്ങ മസാല കറി ഇതാ അടിപൊളി ടേസ്റ്റിൽ നല്ല പോലെ വെന്തൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച തേങ്ങയും ജീരകം കൂടി അരച്ചതുണ്ടല്ലോ, അരപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. പിന്നെ നല്ല പോലെ തിളക്കണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നല്ല പോലെ തന്നെ തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒന്നും കൂടി ചേർക്കാനുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ ഞാനിതാ കുറച്ച് മല്ലിയില കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കുമ്പളങ്ങ കറി. ഇത് നമ്മൾ പല രീതിയിലും കുമ്പളങ്ങ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് കുമ്പളങ്ങ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പറാണ്. എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.